ഹലോ മൈ ഡിയർ 7th ക്ലാസ് സ്റ്റുഡൻസ്. ഇന്ന് നമ്മൾ ക്ലാസ് 7ത്തിലെ 4th ചാപ്റ്റർ പാനി രേ പാനിയാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഇത് പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് വെള്ളത്തിനെ കുറിച്ചാണ്. വാട്ടർ, ഹൗ ദ വാട്ടർ കംസ്, എങ്ങനെയാണ് അത് ഫോം ചെയ്യുന്നത്, ഹൗ മച്ച് ഇമ്പോർട്ടൻറ്റ് ഈസ് വാട്ടർ ഫോർ അവർ ലൈഫ്, അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആൻഡ് ദിസ് ഇസ് റിട്ടൺ ബൈ അനുപം മിശ്ര. कहाँ से आता है हमारा पानी और फिर कहाँ चला जाता? എവിടെ നിന്നാണ് ഈ വെള്ളം വരുന്നത്? കഹാ സെ ആത്താ ഹെ ഹമാരാ പാനി, നമ്മുടെ വെള്ളം. और फिर कहाँ चला जाता, എന്നിട്ട് എങ്ങോട്ട് പോകുന്നു ഇത്? ഹേ ഹമാരാ പാനി, അവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട്. ഇത് നമ്മുടെ വെള്ളമല്ലേ? हमने कभी इस बारे में कुछ सोचा है? നമ്മൾ ഇതിനെക്കുറിച്ച് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? സോച്ചാ ഹെ, ആലോചിച്ചിട്ടുണ്ടോ? സോച്ചാ तो नहीं होगा शायद, ഇതുവരെ ആലോചിച്ചിട്ടുണ്ടാവില്ല ചിലപ്പോൾ. സോച്ച ആലോചിക്കുക, നഹി ഹോഗ ചെയ്തിട്ടുണ്ടാവില്ല, ഷായദ് ചിലപ്പോൾ. पर इस बारे में पढ़ा ज़रूर है, പക്ഷേ ഇതിനെക്കുറിച്ച് എന്തായാലും പഠിച്ചിട്ടുണ്ട്. पर മീൻസ് പക്ഷേ, ബട്ട്. इस बारे में ഇതിനെക്കുറിച്ച് पढ़ा ज़रूर होगा പഠിച്ചിട്ടുണ്ടാകും, ज़रूर होगा എന്തായാലും ഉണ്ടാവും. भूगोल की किताब पढ़ते समय जब चक्र जैसी बातें हमें बताई जाती हैं. भूगोल मीन्स ഗ്ലോബ് की കിതാബ്, ജോഗ്രഫി ആണല്ലോ. നമ്മൾ ജോഗ്രഫിയിലാണല്ലോ മാപ്പും വേൾഡിനെ കുറിച്ചൊക്കെ പഠിക്കുന്നത്. പഠിത്തേ സമയം, അത് പഠിക്കുന്ന സമയത്ത് ജൽ ചക്ര ജൈസെ, ജൽ ചക്ര മീൻസ് വാട്ടർ സൈക്കിൾ, ജൽ ചക്ര ജൈസെ ബാത്തെ ഹമേ ബത്തായി ജാത്തി ഹെ, അങ്ങനത്തെ കാര്യങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്, നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. അതായത് ജോഗ്രഫിയിലൊക്കെ നമുക്ക് സോഷ്യൽ ഇതിനെക്കുറിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്, സയൻസിലും പഠിപ്പിച്ചിട്ടുണ്ട്. एक सुंदर सा चित्र भी होता है इस पाठ के साथ. അതിൻ്റെ കൂടെ തന്നെ ഒരു നല്ലൊരു ഭംഗിയുള്ള ഡ്രോയിങ് കൂടെ ഉണ്ടാവും, ചിത്ര ഡ്രോയിങ് കൂടി ഉണ്ടാവും. ഇസ് പാഠ് കെ സാത്ത്, അതിൻ്റെ കൂടെ सूरज समुद्र बादल हवा धरती फिर बरसात की बूंदें और लो फिर बहती हुई एक. सूरज, सन, समुद्र, ओशन, बादल, क्लाउड्स, हवा मीन्स विंड, धरती, फिर बरसात की बूंदें रेन ड्रॉप्स, और लो काट विशिले, बहती हुई मीन्स ഒഴുകുന്നത്. നദി और उसके किनारे बसा तुम्हारा, ഒഴുകുന്ന നദികളും അതിൻ്റെ കിനാരെ ബസാ ഹുവ, തീരത്ത് സ്ഥിതി ചെയ്യുന്ന. തുമ്ഹാര ഹമാര ഘർ, നിങ്ങളുടെയും എൻ്റെയും വീട്. गाँव या शहर, विलेज और सिटी. चित्र के दूसरे भाग में यही नदी अपने चारों तरफ का पानी लेकर उसी समुद्र में मिलती दिखती है. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ബുക്ക് വായിക്കുമ്പോൾ നമ്മൾ ജോഗ്രഫിയിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. ഒരു സണ്ണുണ്ടാവും, പിന്നെ ചില ബേർഡ്സ്, എയർ, അങ്ങനെയൊക്കെ ഉണ്ടാവും, അതിൻ്റെ അടുത്തൊരു നദി ഉണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ആ ചിത്രത്തിനെ കുറിച്ചാണ് ഇപ്പോൾ പറയുന്നത്. ചിത്രത്തിൻ്റെ മറ്റേ സൈഡിൽ, ചിത്രയ്ക്ക് ദൂസരെ ഭാഗ് മറ്റേ സൈഡ്, യഹി നദി, ഈ നദി തന്നെ, അപ്നെ ചാറോ തറഫ്, അതിൻ്റെ തന്നെ നാല് വശത്തും, ചാറോ തറഫ് നാല് വശത്തും, ക പാനി ലേക്കർ നാല് വശത്തുള്ള വെള്ളം കൊണ്ട്, പാനി ലേക്കർ ഉസി സമുദ്രമേ മിൽത്തി ഹെ, എന്നിട്ട് ഈ വെള്ളമൊക്കെ കൂടി സമുദ്രത്തിൽ പോയി ചേരും. ചിത്രമേ കുച്ച് തീർ ഭി ബനെ രഹത്തെ ഹെ, ആ ചിത്രത്തിലൊരു തീർ മീൻസ് ആരോ മാർക്ക്, ചിത്രത്തിൽ ആരോ മാർക്ക് ഉണ്ടാവും. സമുദ്ര സെ ഉഠി ഭാപ് ബാദൽ ബൻകർ പാനി മേ ബദൽത്തി ഹെ, നമ്മൾ വാട്ടർ സൈക്കിൾ കണ്ടിട്ടുണ്ടല്ലോ, അതിലിങ്ങനെ കുറേ ആരോകളൊക്കെ ഉണ്ടാവുമല്ലോ. മാത്രമല്ല സമുദ്ര സെ ഉഠി, അതായത് സമുദ്രത്തിൽ നിന്ന് ഇങ്ങനെ ആവിയായിട്ട്, ഭാപ് ബാദൽ ബൻകർ, ആവിയായിട്ട് പോണത് ബാദലായിട്ട്, ബൻകർ പാനി മേ ബദൽത്തി ഹെ, എന്നിട്ട് അത് കൺവേർട്ടായിട്ട് വെള്ളമായിട്ട് താഴേക്ക് വരും. और फिर इन तीरों के सहारे जल की यात्रा, ഈ ആരോ മാർക്കിൻ്റെ സഹായത്തോടു കൂടി ജൽ കി യാത്ര, ഈ വെള്ളത്തിൻ്റെ യാത്ര ഒരു സൈഡിൽ നിന്ന് തുടങ്ങി, ഏക് തരഫ് സെ ശുരു ഹോക്കർ, ഏക് തരഫ് സെ ഒരു സൈഡിൽ നിന്ന് തുടങ്ങി, സമുദ്രമേ വാപ്പസ് മിൽ ജാത്തി ഹെ, എന്നിട്ട് സമുദ്രത്തിലേക്ക് തിരിച്ചു വരും. ആ ആരോ മാർക്ക് ഇങ്ങനെ റൗണ്ട് ചെയ്ത് തിരിച്ച് സമുദ്രത്തിലേക്ക് തന്നെ എത്തും. ജൽ ചക്ര പൂരാ ഹോ ജാത്ത, അങ്ങനെ നമ്മുടെ വാട്ടർ സൈക്കിൾ കംപ്ലീറ്റ് ആവും. പൂരാ ഹോ ജാത്ത കംപ്ലീറ്റ് ആവും.
അപ്പോൾ ഇവിടെ ലേഖക് ആ ചിത്രത്തിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ പഠിച്ചിരുന്ന ചിത്രത്തിൽ ലൈഫ് സൈക്കിളിൻ്റെ ആരോ മാർക്കൊക്കെ വെച്ച് വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ ഇവാപ്പറേറ്റ് ചെയ്ത് മുകളിലേക്ക് പോയി അത് കൺവേർട്ടായി തിരിച്ച് വെള്ളത്തിലേക്ക് വരുന്നത്, മീൻസ് തിരിച്ച് സമുദ്രത്തിലേക്ക് വരുന്നത്. യഹ് തോ ഹുയി ജൽ ചക്ര കി കിതാബി ബാത്. ലേഖക പറയാണ് ഇപ്പോൾ ഇതുവരെ പറഞ്ഞത് മുഴുവൻ ബുക്കിലുള്ള ജൽ ചക്രാണ്. पर अब तो हम सबके घरों में स्कूलों में माता पिता के പക്ഷെ ഇനി നമ്മളെല്ലാവരും വീട്ടിലും സ്കൂളിലും അമ്മ അച്ഛൻ്റെയും कार्यालय में कारखाने में और खेतों में पानी का कुछ अजीब सा चक्कर सामने आने लगा है. ഓഫീസുകളിലും കാർഖാനെ ഫാക്ടറീസിലും ഖേത്തോമേ ഫീൽഡിൽ പാനി ക കുച്ച് ഈ വെള്ളത്തിൻ്റെ ഒരു അജീബ് സ ചക്കർ, ഒരു പ്രത്യേക തരം ഏർപ്പാടുകളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. സാമനെ ആനെ ലഗാ ഹേ എന്ന് പറഞ്ഞാൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഇപ്പോൾ തെളിഞ്ഞു വരുന്നുണ്ട്, പുറത്തേക്ക് വരുന്നുണ്ട്. കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു തുടങ്ങി എന്ന് പറയില്ല, അങ്ങനെ. എന്താണ് ഈ കുറച്ച് കാര്യങ്ങൾ പുറത്തറിഞ്ഞത്? നൽ മേ അപ്പോൾ പൂരേ സമയം പാനി നഹി ആത്താ. ചില സ്ഥലത്തൊക്കെ ടാപ്പിൽ വെള്ളം വരുമ്പോഴല്ലേ പിടിക്കുക. അങ്ങനത്തെ നൽ മേ അബ്, അതായത് ടാപ്പുകളിൽ ഇപ്പോൾ എല്ലാ സമയത്തും വെള്ളം വരുന്നില്ല. പൂരേ സമയം എല്ലാ സമയത്തും വെള്ളം വരുന്നില്ല. നൽ ഖോലോ തോ ഉസ്സെ പാനി കെ ബദലെ സൂ സൂ കി ആവാജ് ആനെ ലഗ്തി ഹൈ. നൽ ഖോലോ, ടാപ്പ് തുറന്നു കഴിഞ്ഞാൽ ഉസ്സെ പാനി കെ ബദലെ വെള്ളത്തിൻ്റെ പകരം പകരം സൂ സൂക്കി ആവാജ്, അതായത് നമ്മൾ പൈപ്പ് തുറക്കുമ്പോൾ എന്നുണ്ട് സൗണ്ട് വരില്ല, അതിനാണ് അങ്ങനെ എഴുതിയിരിക്കുന്നത് കേട്ടോ. അതുപോലത്തെ സൗണ്ട് മാത്രമേ വരുന്നുള്ളൂ. ആവാജ് ആനെ ലഗി ഹേ, ആനെ ലഗിയെ വന്നു തുടങ്ങി. പാനി ആതാ ഭി ഹേ തോ ബേവക്ത്, വന്നാലോ അത് അസമയത്താണ്. ബേവക്ത് അസമയത്ത്, പ്രോപ്പർ ടൈമിലല്ല. കബി ദേർ രാത് കോ, ചിലപ്പോൾ രാത്രിയിൽ ഭയങ്കര ലേറ്റ് നൈറ്റിൽ, തോ കബി ബഹുത് സവേരെ, അല്ലെങ്കിൽ ചിലപ്പോൾ ഏർലി മോർണിംഗ്, ചിലപ്പോൾ 3 മണി 4 മണിയൊക്കെ ആയിരിക്കും. പറഞ്ഞു വരുന്നത് നമ്മളെല്ലാ സമയത്തും എല്ലാ കാലത്തും പറഞ്ഞു വരുന്ന പോലെ തന്നെ നമ്മൾ പ്രോപ്പറായിട്ട് വാട്ടർ സേവ് ചെയ്യുന്നില്ല. അതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ വെള്ളമൊന്നും പ്രോപ്പറായിട്ട് പൈപ്പിൽ വരുന്നില്ല. വാട്ടർ സ്കാർസിറ്റി ഉള്ള പല സ്ഥലത്തും ഇത് തന്നെയാണ് അവസ്ഥ, നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. പല സ്ഥലത്തും ഇങ്ങനെ നമ്മൾ പാത്രം വെച്ചിട്ടും ഇങ്ങനെ രാത്രി അലാറം വെച്ചിട്ടൊക്കെ വെയിറ്റ് ചെയ്തിരിക്കണം, പൈപ്പിൽ വെള്ളം വന്നിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ. അപ്പോൾ മാക്സിമം ആൾക്കാരത് വെയിറ്റ് ചെയ്ത് പിടിക്കും. നമ്മുടെ കേരളത്തിൽ ഒന്നും അങ്ങനത്തെ പ്രശ്നങ്ങളില്ല എന്നാണ് എൻ്റെ അറിവ്. പുറം നാട്ടിൽ സിറ്റിയിലിരുന്നവർക്കൊക്കെ അത് അറിയാം. मीठी नींद छोड़कर घर भर की बाल्टियाँ बर्तन और घड़े भरते फिरो. അതായത് നല്ല സ്വീറ്റ് ഡ്രീംസൊക്കെ വിട്ടിട്ട്, ചോടുക്കർ മീठी नींद छोड़कर വിട്ടിട്ട്, ഘർ ഭർ കി ബാൾട്ടിയാ, വീട്ടിലുള്ള എല്ലാ ബക്കറ്റ്സുകളും സാധനങ്ങളും, ബർത്തൻ മീൻസ് പാത്രങ്ങൾ, ഓർ ഘടേ ഭർത്തേ ഫിറോ, ഘടേ മീൻസ് കുടങ്ങൾ, അതൊക്കെ നിറച്ചുകൊണ്ടിരിക്കുക, അതാണ് ഇപ്പോഴത്തെ പണി. पानी को लेकर कभी कभी कहीं आपस में तू मैं भी होने लगती है. ഈ വെള്ളം കാരണമാണെങ്കിലോ ചിലപ്പോഴൊക്കെ പല സ്ഥലങ്ങളിലും ആപ്പസ്മേ തൂത്തു മേമ, അതായത് തൂത്തു മേമ എന്ന് പറഞ്ഞാൽ നീ ഞാൻ എന്നൊക്കെ പറഞ്ഞാൽ തല്ലൂടില്ല, നമ്മൾ അങ്ങനെയും ഉണ്ടാവുന്നുണ്ട്. അതായത് പല സ്ഥലത്തും വെള്ളം കാരണം വഴക്കുണ്ടാവുന്നുണ്ട്. വെള്ളം പിടിക്കാൻ വേണ്ടി ഇങ്ങനെ ലൈനായിട്ട് നിൽക്കുന്നുണ്ടാവും, നമ്മൾ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അവർ തമ്മിലുള്ള വഴക്കുണ്ടാവും എന്നാണ് പറയുന്ന ലേഖക് പല സ്ഥലത്തും. रोज रोज के इन झगड़े टंटों से बचने के लिए कई घरों में लोग नलों के पाइप में, റോജ് റോജ്ക്ക് എന്നുമുള്ള ഈ ഝഗഡെ ടണ്ടോ മീൻസ് വാക്ക് തർക്കങ്ങളും വഴക്കുകളും നിന്ന് രക്ഷപ്പെടാൻ, ബച്ചനെ കെ ലിയെ അതിന്ന് രക്ഷപ്പെടാൻ, കൈ ഘറോ മേ പല വീട്ടിലും നലോ കെ പൈപ്പ് മേ മോട്ടർ ലഗ്വാ ലേത്തെ ഹേ, ഈ പൈപ്പുകൾ ടാപ്പുള്ള പൈപ്പിൽ മോട്ടർ ഫിറ്റ് ചെയ്യും. इससे कई घरों का पानी खींचकर एक ही घर में आ जाता है. അപ്പോൾ എന്താണ് ഇതിൽ കുറേ വീടുകളുടെ വെള്ളം ഖീച്ച്കർ വലിച്ചെടുത്ത്, ഏക് ഹി ഘർ മേ ഒരേ വീട്ടിലേക്ക്, ഏക് ഹി ഘർ മേ ആ ജാത്ത ഒരേ വീട്ടിലേക്ക് വരും. യഹ് തോ അപ്നെ ആസ് പാസ് കെ ഹക്ക് ഛീനനെ ജൈസാ കാം ഹെ. ഇതൊക്കെ നോക്കുമ്പോൾ നമ്മുടെ അടുത്തുള്ളവരുടെ അധികാരം തട്ടിപ്പറിച്ചെടുക്കുന്ന പോലെയാണ്. it seems like a snatching other people's right. ഓക്കെ, സ്നാച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ അവകാശങ്ങൾ തട്ടിയെടുക്കുന്ന പോലെ. ആസ്പാസ് അടുത്തുള്ളവരുടെ, ഹക്ക് അവകാശം, ഛീനെ ജൈസ സ്നാച്ചിങ്. देन लेकिन मजबूरी मानकर इस काम
को मोहल्ले में कोई एक घर कर बैठे तो फिर और कई घर यही काम करने लगते हैं. അതായത് ഒരു വീട്ടുകാർ ചെയ്ത് കഴിഞ്ഞാൽ മറ്റെല്ലാ വീട്ടുകാരും അതുപോലെ തന്നെ ചെയ്യാൻ തുടങ്ങും. पानी की कमी और बढ़ जाती है. വെള്ളത്തിൻ്റെ കുറവാണെങ്കിൽ കൂടി കൂടി വരും. शहरों में तो अब कई चीज़ों की तरह पानी भी बिकने लगा है. സിറ്റി ഏരിയസിലാണെങ്കിൽ എല്ലാ സാധനങ്ങളെ പോലെ തന്നെ വെള്ളവും വിറ്റ് തുടങ്ങി. कई चीज़ों की तरह പല സാധനങ്ങളെ പോലെ पानी भी വെള്ളവും പോലും बिकने लगा है, വിറ്റ് തുടങ്ങി. यह कमी गांव शहरों में ही नहीं बल्कि ഇങ്ങനത്തെ കുറവുകൾ ഗ്രാമത്തിലോ സിറ്റീസിലോ മാത്രമല്ല, പക്ഷേ हमारे प्रदेशों की राजधानियों में और दिल्ली, मुंबई, कोलकाता, चेन्नई और बैंगलोर जैसे बड़े शहरों में भी लोगों को भयानक कष्ट में डाल देती है. ഗ്രാമത്തിലും സിറ്റീസിലും മാത്രമല്ല, हमारे प्रदेशों की राजधानी എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ സിറ്റീസിൽ പോലും ലൈക്ക് ദില്ലി, മുംബൈ, കൊൽക്കത്ത, ചെന്നൈ ഓർ ബാംഗ്ലൂരിൽ പോലും ബഡേ ഷെഹർ അതായത് വലിയ വലിയ മെട്രോപൊളിറ്റൻ സിറ്റീസിൽ പോലും ലോകോക്ക് ഭയാനക് കഷ്ട എന്ന് പറഞ്ഞാൽ ഒരുപാട് ഡേഞ്ചറസ് ആയിട്ടുള്ള പ്രോബ്ലംസ് മേ ഡാൽ ദേത്തി ഹെ. അവർ ഡേഞ്ചറസ് ആയ പ്രോബ്ലംസ് അവർക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. देश में कई हिस्सों में तो अकाल जैसे हालत बन जाती है. പല സ്ഥലങ്ങളിലും നമ്മുടെ ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും ഹിസ്സ മീൻസ് ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ കൺട്രി മേ തോ അകാൽ ജैसे അകാൽ മീൻസ് ഡ്രോട്ട് പോലത്തെ സിറ്റുവേഷൻസ് കൂടി ഉണ്ടാവാറുണ്ട്. യഹ് തോ ഹുയി ഗർമി കെ മൗസം കി ബാത്. ഇതിപ്പോൾ പറഞ്ഞത് മുഴുവൻ സമ്മറിൽ ഉണ്ടായിരുന്ന പ്രോബ്ലംസിനെ കുറിച്ചാണ്. ഗർമി, സമ്മർ, മൗസം, ക്ലൈമറ്റ്. लेकिन बरसात के मौसम में क्या होता है? ഇനിയിപ്പോൾ മഴക്കാലത്ത് ബർസാത്ത് കെ മൗസം മഴക്കാലത്ത് എന്താണ് ഉണ്ടാവുന്നത്? ലോ സബ് തരഫ് പാനി ഹി ബഹനെ ലഗ്താ ഹെ. അപ്പോൾ പിന്നെ ഫ്ലഡായി. നമുക്കറിയാമല്ലോ, നല്ല എക്സ്പീരിയൻസ് അല്ലേ നമുക്ക് കേരളത്തിലും. അതെ, ചൂടുകാലത്ത് ഭയങ്കര വെള്ളമില്ലാത്തൊരു പ്രോബ്ലം വരും. മഴ ഇങ്ങോട്ട് പെയ്ത് തുടങ്ങിയാൽ എല്ലായിടത്തും ഫ്ലഡും വെള്ളപ്പൊക്കമൊക്കെ. हमारे तुम्हारे घर, स्कूल, सड़कों, रेल की पटरियों पर पानी भर जाता है. हमारे तुम्हारे घर എൻ്റെയും നിങ്ങളുടെയും വീടുകളിലും സ്കൂളിലും സടക്കോ റോഡ്സിലും റെയിൽ കി പട്ടറിയോ പർ റെയിൽവേ ട്രാക്കുകളിലും എല്ലായിടത്തും പാനി ഭർ ജാത്താ ഹെ. വെള്ളം അങ്ങനെ നിറയും. देश में कई भाग बाढ़ में डूब जाते हैं. നമ്മുടെ കൺട്രിയിൽ ഒരുപാട് സ്ഥലത്ത് വെള്ളപ്പൊക്കം ഉണ്ടായിട്ട് അത് വെള്ളപ്പൊക്കം ബാഡ് മേ ഡൂബ് ജാത്തെ എന്നാണ് വെള്ളപ്പൊക്കം ഉണ്ടാവുമെന്നാണ് ഉദ്ദേശിക്കുന്നത്. പല സ്ഥലങ്ങൾ വെള്ളത്തിൽ മുങ്ങിപ്പോകും. ഡൂബ് ജാന മുങ്ങിപ്പോവുക. यह बाढ़ न गाँवों को छोड़ती है और न മുംബൈ ജैसे बड़े शहरों को. ഈ വെള്ളപ്പൊക്കം ആണെങ്കിൽ ആരെയും വിടില്ല കേട്ടോ. ഗാവ് ആയാലും വേണ്ടില്ല, മീൻസ് റിമോട്ട് ഗ്രാമപ്രദേശം ആയാലും വേണ്ടില്ല, സിറ്റി ആയാലും വേണ്ടില്ല, ആരെയും വിടില്ല. कुछ दिनों के लिए सब कुछ थम जाता है. कुछ दिनों के लिए കുറച്ച് ദിവസത്തേക്ക് सब कुछ എല്ലാം थम जाता है മീൻസ് നിന്ന് പോകും, അല്ലെങ്കിൽ സ്റ്റോപ്പ് ആവും. നമ്മുടെ ലൈഫും ഇതൊക്കെ ആ വെള്ളപ്പൊക്കം കാരണം ഓഫീസിൽ പോകില്ല, സ്കൂളിൽ പോകില്ല, എല്ലാം അവിടെ നിൽക്കില്ല. അതാണ് ഉദ്ദേശിക്കുന്നത്. സബ് കുച്ച് ബഹ ജാത്ത, എല്ലാം ഒഴുകിപ്പോകും ചെയ്യും. ഈ ബാടുള്ള സ്ഥലത്തൊക്കെ എല്ലാം ഒഴുകിപ്പോകും. ये हालत हमें बताते हैं कि पानी का बेहद कम हो जाना और पानी का बेहद ज़्यादा हो जाना. ഈ ഹാലത്ത് അങ്ങനെ ഈ അവസ്ഥ നമ്മളെ പറഞ്ഞറിയിക്കുന്നു. ഹമേ ബത്താത്തെ ഹെ കി പാനി ക ബേഹദ് കം ഹോ ജാന, വെള്ളം ഒരുപാട് കുറഞ്ഞു പോയാലും, പാനി ക ബേഹദ് ജ്യാദ ഹോ ജാന, ഒരുപാട് വെള്ളം കൂടിക്കഴിഞ്ഞാലും, യാനി ആകാൽ ഓർ ബാഡ്. ആകാൽ മീൻസ് ഡ്രോട്ട്, ബാഡ് മീൻസ് ഫ്ലഡ്. ഏക് ഹി സിkke के दो पहलू हैं. ഒരേ കോയിൻ്റെ രണ്ട് സൈഡ് പോലെയാണ്. അതായത് രണ്ടും അമിതമായ നല്ലതല്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. यदि हम इन दोनों को ठीक से समझ सकें और संभाल लें तो इन कई समस्याओं से छुटकारा मिल सकता है. यदि हम अथवा നമ്മൾ इन दोनों को ഈ രണ്ടവസ്ഥയും ठीक से समझ ले, നന്നായി മനസ്സിലാക്കിയാൽ, और संभाल ले, നന്നായി നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, तो कई समस्याओं से അതായത് ഒരുപാട് പ്രോബ്ലംസിൽ നിന്ന് छुटकारा मिल सकता है, നമുക്ക് മുക്തി കിട്ടും. നമ്മൾ പറയില്ലേ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. അപ്പോൾ നമ്മൾ മുന്നേ കൂട്ടി കണ്ട് അതിൻ്റെ സ്റ്റെപ്സ് എടുത്തിരുന്നെങ്കിൽ നമുക്ക് ഇത്രയും പ്രോബ്ലംസ് ഫേസ് ചെയ്യേണ്ടി വരില്ല. പ്രോബ്ലംസ് വന്നിട്ട് ആലോചിച്ചിട്ട് കാര്യമില്ലല്ലോ. चलो थोड़ी देर के लिए हम पानी के इस चक्कर
को भूल जाएं. കുറച്ച് നേരത്തേക്ക് നമുക്ക് ഈ വെള്ളത്തിൻ്റെ പ്രോബ്ലം മറന്നു പോവാം. और याद करें अपनी गुल्लक को. എന്നിട്ട് നമ്മുടെ പിഗി ബാങ്ക്, ഗുല്ലക്ക് മീൻസ് പിഗി ബാങ്കിനെ ഒന്ന് ഓർത്ത് നോക്കാനാണ് പറയുന്നത്. जब भी हमें कोई पैसा देता है, നമുക്ക് ആരെങ്കിലും പൈസ തന്നാൽ हम खुश होकर, നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ട്, खुश होकर ഹാപ്പി ആയിട്ട്, दौड़ कर उसे झट से ഓടിപ്പോയി പെട്ടെന്ന് झट से अपनी गुल्लक में डाल देते हैं. ഓടിപ്പോയി നമ്മൾ ഹാപ്പി ആയിട്ട് അതിൻ്റെ ഉള്ളിൽ പൈസ ഇടും. डाल देते हैं ഇടും. 1 रुपया 2 रुपया 5 रुपया എന്ത് കിട്ടിയാലും 1 രൂപ 2 രൂപ 5 രൂപ. കഭി സിക്കെ तो कभी छोटे बड़े നോട്ട്, ചിലപ്പോൾ ഒരു കോയിൻസ് ആവും, ചിലപ്പോൾ छोटे बड़े ചെറിയ വലിയ നോട്ടുകളായിരിക്കും. സബ് ഇസ്മേ ധീരെ ധീരെ ജമാ ഹോത്തെ ജാത്തെ ഹേ. എല്ലാതും ഇങ്ങനെ നമ്മൾ അതിലേക്ക് അക്യുമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും അല്ലേ, അതിലിട്ടിട്ട് നിറച്ചുകൊണ്ടിരിക്കും. ധീരെ ധീരെ പതുക്കെ പതുക്കെ, ജമാ ഹോത്തെ ഹേ ऐड ചെയ്തുകൊണ്ടിരിക്കുക, അക്യുമുലേറ്റ് ചെയ്യുക. फिर जब कभी हमें कुछ पैसे की ज़रूरत पड़ती है, എന്നിട്ട് നമുക്ക് എപ്പോഴെങ്കിലും പൈസയുടെ ആവശ്യം വന്നാൽ, ज़रूरत पड़ती है ആവശ്യം വന്നാൽ, तो इस गुल्लक की, അപ്പം നമ്മൾ ഈ ഗുല്ലക്ക് എന്ത് ചെയ്യും, की बचत का उपयोग कर लेते. അപ്പം നമ്മളിങ്ങനെ സേവ് ചെയ്ത ഗുല്ലക്കിനെ നമ്മൾ ഉപയോഗിക്കും, उपयोग कर लेते हैं, ഉപയോഗിക്കും. हमारी यह धरती भी इसी तरह की खूब बड़ी गुल्लक है. നമ്മുടെ ഈ अर्थ അതും ഒരു വലിയൊരു ഗുല്ലക്കാണ്. മിട്ടി കി ബനി ഇസ് വിശാൽ ഗുല്ലക്, മണ്ണുകൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ഈ പിഗി ബാങ്ക് ഗുല്ലക് മേ പ്രകൃതി വർഷ കെ മൗസം മേ, നമ്മുടെ എൻവയൺമെൻറ്റ് നേച്ചർ റെയിനി സീസണിൽ റെയിൻ ഉള്ള സമയത്ത് ഖൂബ് പാനി ബർസാത്തി ഹേ, ആ സമയത്ത് ഭയങ്കരമായിട്ട് മഴക്കാലത്ത് ഒരുപാട് വെള്ളം തരും നമുക്ക്. തബ് റുപയെ സെ ഭി കൈ ഗുണ കീംതി, അതായത് നമ്മുടെ പൈസയേക്കാൾ ഒരുപാട് വാല്യുബിൾ ആയിട്ടുള്ള സാധനമാണ് ഈ വെള്ളം അല്ലേ. കൈ ഗുണ ഇരട്ടി, ഒരുപാട് ഇരട്ടി, കീംതി എന്ന് പറഞ്ഞാൽ വാല്യുബിൾ ആയിട്ടുള്ളത്. ഇസ് വർഷാക്കോഹമേ, ഈ വെള്ളത്തിന് നമ്മൾ ഇസ് ബഡി ഗുല്ലക്കുമേ, അതായത് വലിയ ഒരു നമ്മുടെ ഈ പിഗി ബാങ്ക് ധർത്തിയിൽ ജമാ കർ ലേന ചെയ്യും, നമ്മളതിൽ സേവ് ചെയ്യണം. എങ്ങനെ സേവ് ചെയ്യും? हमारे गाँव में शहर में जो छोटे बड़े, നമ്മുടെ വില്ലേജിലും സിറ്റിയിലൊക്കെ ഉള്ള ചെറുതും വലുതും ആയിട്ടുള്ള तालाब झील आदि हैं, पॉन्ड्സും ലേക്സും ഒക്കെ ഉണ്ട്. वे धरती की गुल्लक में पानी भरने का काम करते हैं. അത് നമ്മുടെ പിഗി ബാങ്ക് ആയ നമ്മുടെ എർത്തിൻ്റെ ഉള്ളിൽ വെള്ളം നിറയ്ക്കുന്ന കാര്യമാണ് ചെയ്യുന്നത്. വെള്ളം മണിയുടെ ഈക്വലൻ്റ് ആണ്, മണി ഇടുന്ന പോലെയാണ് വെള്ളം നിറയ്ക്കുന്നത്. ഇവിടെ 2 കമ്പാരിസൺ വന്നിട്ടുണ്ട്. നമ്മുടെ എർത്തിന് ഗുല്ലക്കായിട്ട്, ഗുല്ലക്ക് മീൻസ് പിഗി ബാങ്ക്, പിന്നെ പൈസ ഇടുന്നതിന് കമ്പാരിസൺ ചെയ്തിരിക്കുന്ന വെള്ളം നിറയ്ക്കുന്നതാണ്. അപ്പോൾ പൈസ പോലെയുള്ള ഒരു വെള്ളം നമ്മൾ ഏത് പിഗി ബാങ്കിൽ, എർത്ത് പോലത്തുള്ള പിഗി ബാങ്കിൽ നിറയ്ക്കണം. ഈ സെൻറ്റൻസ് വെരി ഇമ്പോർട്ടൻറ്റ് സെൻറ്റൻസ് ആണ്. ധർത്തിക്ക് ഗുല്ലക്ക് എന്ന് പറഞ്ഞാൽ ധർത്തി പോലെയുള്ള പിഗി ബാങ്ക്. മേ പാനി ഭർനേക, പാനി ഭർന വെള്ളം നിറയ്ക്കാം. इनमें जमा पानी ज़मीन के नीचे छिपे जल के भंडार में धीरे धीरे रिसकर छानकर जा मिलता है. ഈ വെള്ളത്തിൽ, അതായത് ഈ ലേക്കിലൊക്കെ ഉള്ള വെള്ളം, ജമാ പാനി കെട്ടി നിൽക്കുന്ന വെള്ളം, ജമീൻ കെ നീച്ചെ ഗ്രൗണ്ടിൻ്റെ താഴെ അണ്ടർഗ്രൗണ്ടിൽ, छिपे जल के भंडार അണ്ടർഗ്രൗണ്ടിൽ ഒളിഞ്ഞിരിക്കുന്ന വെള്ളം. ഭണ്ഡാർ മീൻസ് വാട്ടർ റിസർവ്സ്, താഴെ വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കുന്നുണ്ടാവുമല്ലോ, ഒരു ഒഴുക്കുണ്ടാവുമല്ലോ, ആ വെള്ളത്തിലേക്ക് ധീരെ ധീരെ റിസ്കർ മീൻസ് ഇങ്ങനെ ഒഴുകി, ഛൻകർ ഇങ്ങനെ നമ്മൾ അരിപ്പയിൽ ഇങ്ങനെ അരിക്കുന്ന പോലെയാണ് വെള്ളം ഇങ്ങനെ താഴേക്ക് പോകുമ്പോൾ പ്യുവറായിക്കൊണ്ടിരിക്കുമല്ലോ, അങ്ങനെ ഛൻകർ താഴെയുള്ള ആ വാട്ടർ റിസർവിൽ പോയി എത്തിച്ചേരും. ഇസ്മേ ഹമാര ഭൂജൽ ഭണ്ഡാർ സമുദ്ര ഹോത്താ ജാത്താ ഹേ. ഇങ്ങനെ നമ്മുടെ താഴെ അണ്ടർഗ്രൗണ്ട് വാട്ടർ ഒരു സമുദ്രമായി മാറും എന്നാണ് പറയുന്നത്. സമുദ്ര ഹോത്താ സമുദ്ര പോലെ ആവും, കുറേ വെള്ളം ഉണ്ടാവും. അപ്പോൾ പാനി കാ യഹ് ഖസാന ഹമേ ദിഖ്താ നഹി ഹേ, വെള്ളത്തിൻ്റെ ഈ ട്രഷർ ഖസാന ദിഖ്താ നഹി ഹേ, നമുക്ക് കാണാൻ പറ്റില്ല. ലേക്കിൻ ഇസി ഖസാനെ മേ ഹം बरसात का मौसम बीत जाने के बाद पूरे साल भर तक अपने उपयोग के लिए घर में, खेतों में, पाठशाला में पानी निकाल सकते हैं. പക്ഷേ ഈ ട്രഷറിന് തന്നെ, ലേക്കിൻ ഇസി ഖസാനെ സെ, ഈ ഖസാനേന്ന് തന്നെ, ഹം ബർസാത്ത് ക മൗസം ബീത് ജാനെ പർ, നമ്മൾ നമ്മുടെ റെയിനി സീസൺ കഴിഞ്ഞു പോയാൽ, കെ ബാദ് കഴിഞ്ഞാൽ, പൂരെ സാൽ ഭർ ഫുൾ ഇയർ, ഹോൾ ഇയർ, ഭർ തക്ക്
अपने उपयोग के लिए നമ്മുടെ ആവശ്യത്തിന് വേണ്ടി വീടുകളിൽ കേലിയെ ഘർമേ ഖേത്തോമേ വീടുകളിൽ ഫീൽഡിൽ സ്കൂളിൽ എല്ലാത്തിനും നമ്മൾ വെള്ളം എടുത്തുകൊണ്ടേയിരിക്കും ഈ താഴെയുള്ള വാട്ടർ റിസർവ്. लेकिन एक दौर ऐसा भी आया जब हम लोग इस छिपे खजाने का महत्व भूल गए. പക്ഷെ അങ്ങനെ ഒരു സമയം വന്നു ഒളിഞ്ഞിരിക്കുന്ന ഈ വാട്ടർ റിസർവിൻ്റെ വാല്യൂ നമ്മൾ മറന്നുപോയി. ഭൂൽ ഗയെ മറന്നുപോയി. छुपे खजाने का महत्व हिडन वाटर रिजर्व और ज़मीन के लालच में हमने എന്നിട്ട് നമുക്ക് അത്യാഗ്രഹം ഈ ഭൂമി കൈയടക്കാനുള്ള ഒരു അത്യാഗ്രഹം കാരണം अपने तालाबों को कचरे से पाट कर भर कर समतल बना दिया. എന്നിട്ട് ഈ ലേക്സ് ഒക്കെ ഉണ്ടല്ലോ അതിൽ കുറേ കച്ചറേസെ ഭർക്കർ കച്ചറ എന്ന് പറഞ്ഞാൽ വേസ്റ്റുകളൊക്കെ ഇട്ടിട്ട് നിറച്ചിട്ട് സംതൽ ബനാദിയ ഒരു ഭൂമിയാക്കി മാറ്റി. അതായത് ഈ വെള്ളം ഉള്ള സ്ഥലങ്ങളൊക്കെ വെള്ളം നിറച്ചിട്ട് സാധനങ്ങളൊക്കെ ഇട്ട് വേസ്റ്റൊക്കെ ഇട്ട് നിറച്ചിട്ട് അത് ലാൻഡാക്കി മാറ്റി. ബിക്കോസ് ലാൻഡാണല്ലോ ആവശ്യം ഉണ്ടായിരുന്നത്. അപ്പോൾ വെള്ളത്തിനെ കുറിച്ച് ആലോചിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ മനുഷ്യന്മാർ കുറേ ചെയ്തിട്ടുണ്ടല്ലോ നമ്മൾക്ക് അറിയാതെ. കുറേ പാടം അതൊക്കെ നികത്തി അവിടെ ഭൂമിയാക്കി വീട് പണിയും. देखते ही देखते इन पर तो कहीं मकान कहीं बाजार സ്റ്റേഡിയം और സിനിമ ആദി खड़े हो गए. देखते ही देखते എന്ന് പറഞ്ഞാൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മൾ നോക്കുമ്പോഴേക്കും അതിലും ബിൽഡിങ്സ് വന്നു, സ്റ്റേഡിയം വന്നു, സിനിമ അങ്ങനെയൊക്കെ വന്നു. इस बड़ी गलती की सज़ा अब हम सबको मिल रही है. ഇത്രയും വലിയ തെറ്റിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് കോൺസിക്വൻസ് നമുക്കിപ്പോൾ കിട്ടുന്നുണ്ട്. സസ മീൻസ് പനിഷ്മെൻ്റ് ആണ് കേട്ടോ. ആ സസ ഹം സബ്കോ മിൽ റഹി എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അതിൻ്റെ ഒരു പനിഷ്മെൻറ്റ് കിട്ടുന്നുണ്ട്. അതാണ് ഇപ്പോൾ വെള്ളമൊന്നും ഇല്ലാണ്ട് നമ്മൾ ഭയങ്കര ടെൻസ്ഡ് ആവുന്നത്, പ്രോബ്ലംസ് വരുന്നത്. ഗർമി കെ ദിനോമേ ഹമാരെ നൽ സൂഖ് ജാത്തെ ഹെ. അപ്പോൾ समर सीजन നമ്മുടെ नल ടാപ്സിലുള്ള വെള്ളമൊക്കെ ഉണങ്ങിപ്പോവും. और बरसात के दिनों में हमारी बस्तियाँ डूबने लगती और റെയിനി സീസണിലാണെങ്കിൽ ഒക്കെ മുങ്ങിപ്പോവുകയും ചെയ്യും. ബസ്തിയ മീൻസ് കുടിലുകളും ഏരിയയിലുള്ള വീടുകളൊക്കെ. ബർസാത്ത് കെ ദിനോമേ മഴക്കാലത്ത്. ഡൂബന മുങ്ങിപ്പോവുക. ഇസ്ലിയെ യദി ഹമേ അകാൽ ഓർ ബാഡ് സെ ബച്ചന ഹെ. അഥവാ നമുക്ക് ഇത് രണ്ടിൽ രക്ഷപ്പെടണം, ഈ ड्रॉटुം ഫ്ലഡിൽ നിന്നൊക്കെ രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ तो हम अपने आस पास के जल स्रोतों की तालाबों की और नदियों आदि की रखवाली अच्छे ढंग से करनी होगी. അഥവാ രക്ഷപ്പെടണമെങ്കിൽ ഇതൊക്കെ നമ്മൾ നന്നായി സൂക്ഷിക്കണം, സേവ് ചെയ്യണം. ഈ ലാൻഡ് വാട്ടർ റിസോഴ്സൊക്കെ നമ്മൾ സേവ് ചെയ്യണം. ജൽ സ്രോത്ത് വാട്ടർ റിസോഴ്സസ്, തലാബ്, ലേക്സ്, റിവേഴ്സൊക്കെ നമ്മൾ രഖ്വാലി കരണം, അത് പ്രൊട്ടക്റ്റ് ചെയ്യണം. ജൽ ചക്ര ഹം ठीक से समझें. അഥവാ നമുക്ക് ഈ വാട്ടർ സൈക്കിൾ നന്നായി മനസ്സിലാക്കിയാൽ ജബ് ബർസാത്ത് ഹോ തോ ഉസേ ഥാംലേ. ഥാംലേ മീൻസ് ഹോൾഡ് ചെയ്ത് വെക്കുക. നമ്മൾ ആ മഴ ഉള്ള സമയത്ത് നമ്മളതിനെ ഹോൾഡ് ചെയ്ത് വെക്കണം. अपना भूजल भंडार सुरक्षित रखें. നമ്മുടെ വാട്ടർ റിസോഴ്സ് കൺസേർവ് ചെയ്ത് വെക്കുക. अपनी गुल्लक भरते रहें. നമ്മൾ നമ്മുടെ പിഗ്ഗി ബാങ്ക് നിറച്ചുകൊണ്ടിരിക്കുക. तभी हमें ज़रूरत के समय पानी की कोई कमी नहीं आएगी. അപ്പോഴേ നമുക്ക് വെള്ളം ബുദ്ധിമുട്ട് വരാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. यदि हमने जल चक्र का ठीक से उपयोग नहीं किया तो हम पानी के चक्कर में फंसते चले जाएंगे. നമ്മൾ ശരിക്കും ഈ വാട്ടർ സൈക്കിളിനെ ഉപയോഗിച്ചില്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ തന്നെ പാനി കെ ചക്കർമേ ഈ വെള്ളത്തിൻ്റെ പ്രോബ്ലത്തിൽ നമ്മൾ ട്രാപ്പായിക്കൊണ്ടിരിക്കും. പ്രോബ്ലംസ് വരുമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അനുപം മിശ്ര. ഇനി നമുക്ക് ലേഖക് പരിചയം നോക്കാം. അനുപം മിശ്ര ഏക പ്രഖർ ലേഖക്, ഒരു ലേഖകാണ്, സമ്പാദ് എഡിറ്ററാണ്, ജാനെ മാനെ പര്യാവരണവിദ്, എൻവയൺമെൻറ്റലിസ്റ്റാണ്, साथ साथ छायाकार भी. छायाकार मीन्स फोटोग्राफर. पर्यावरण संरक्षण के क्षेत्र में उन्होंने अनेक പ്രയോഗാത്മക कार्य किए हैं. ഭയങ്കര ആവശ്യമുള്ള ഓരോ കാര്യങ്ങൾ പല സ്ഥലങ്ങളിലും ക്ഷേത്രത്തിലും ക്ഷേത്ര മീൻസ് ഏരിയയിൽ ചെയ്തിട്ടുണ്ട്. आज भी खरे है तालाब उनकी सर्वाधिक चर्चित पुस्तक है. ഫേമസ് ബുക്കാണത്. आज भी खरे है तालाब. ब्रेल लिपि सहित इसका अनुवाद अनेक भाषाओं में हो चुका है. അപ്പോൾ ഇത് വേറെ ഇതിലും ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്, ബ്രെയിൽ ലിപിയിലുണ്ട്. साफ माथे का समाज उनकी एक और महत्वपूर्ण पुस्तक. അത് വേറൊരു ഇമ്പോർട്ടൻറ്റ് ബുക്കാണ്. वे गांधी शांति प्रतिष्ठान
से प्रकाशित होने वाली पत्रिका गांधी मार्ग के संस्थापक और संपादक भी थे. അങ്ങേര് ഗാന്ധി മാർഗിൻ്റെ ആ പ്രിൻറ്റിങ് ഇതുണ്ടായിരുന്നു, അതിൻ്റെ ഫൗണ്ടറും എഡിറ്ററും കൂടിയായിരുന്നു. സോ ഇവിടെ ഡേറ്റ് ഓഫ് ബർത്തും കൂടി കൊടുത്തിട്ടുണ്ട്. 1948 to 2016 ആണ്. ആൻഡ് പിക്ചർ ഇസ് ഓൾസോ ഗിവൻ. ഇനി കുറച്ച് MCQs നോക്കാം. ക്വസ്റ്റ്യൻ വായിച്ചിട്ട് യു ഹാവ് ടു pause for 5 seconds and answer the question. So let's start. धरती के साथ गुल्लक की तुलना क्यों की गई है? बाढ़ और अकाल को क्या कहा गया है? बारिश का पानी भूजल तक कैसे पहुंचता है? जल स्रोतों की देखभाल क्यों ज़रूरी है? जल चक्र का प्रमुख स्रोत क्या है? So we are winding up and we'll meet in the next video with another lesson. If you like the video, please share, like and subscribe.